പിന്നെ നമ്മൾ ഓടുകയാണ്, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഓടുകയാണ്, പൈസ ഉണ്ടാക്കാനും സമ്പന്നത ഉണ്ടാക്കാനും ഉന്നത ഉയരങ്ങളിലേക്ക് എത്താനും ഓടുകയാണ്. ഒരു കാര്യം ആലോചിക്കുന്നത്, വലിയ മുതലാളി യാത്ര ചെയ്യുമ്പോൾ അവൻ ബിസിനസ് ക്ലാസ്സിലായിരിക്കും ഫ്ലൈറ്റിലുണ്ടാവുക, ഏറ്റവും നല്ല 5 സ്റ്റാർ ഹോട്ടലായിരിക്കും അവൻ്റെ താമസം, അവൻ്റെ കിടക്കകൾക്ക് ആ മാർദ്ദവത്വം ഉണ്ടാവും, അവൻ്റെ വസ്ത്രങ്ങൾക്ക് ആ മിനുസമുണ്ടാവും, അവൻ്റെ വാച്ചിനും ഫോണിനും എല്ലാം മെച്ചുണ്ടാവും. എന്താ സുഹൃത്തുക്കളെ, കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നാണ്. ഇനിയിപ്പോൾ എന്ത് സൗകര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും ആ നിശ്ചലമായി കിടക്കുന്നവൻ അനുഭവിക്കാൻ പറ്റില്ല. ഫ്രീസറിലെ ശക്തമായ തണുപ്പ് പോലും അയാൾ അനുഭവിക്കില്ലല്ലോ സുഹൃത്തുക്കളെ, ഒന്നും അനുഭവിക്കില്ല. അതുകൊണ്ട് ഒരു നിമിഷം, അടുത്ത നിമിഷം നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നേടാൻ പറ്റാത്തൊരു നിമിഷമാണ് മരണം. ആശുപത്രി കിടക്കുമ്പോൾ പോലും നമുക്ക് നല്ല ഫെസിലിറ്റികൾ കിട്ടും, പൈസക്കനുസരിച്ചിട്ട് കിട്ടും. എന്നാൽ കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരേ സൗകര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സമ്പന്നമായി ഇവിടെ ജീവിച്ചതുപോലെ വേദനകളില്ലാതെ, വിഷമങ്ങളില്ലാതെ, നൊമ്പരങ്ങളില്ലാതെ ജീവിക്കണമെങ്കിൽ മരിച്ചിട്ട് കിടത്തുമ്പോഴും നല്ല ആർഭാടകരമായി നമ്മളെ കിടത്താൻ നമ്മളൊന്ന് ഒരുങ്ങണം. അത് ഇവിടുന്ന് ഒരുങ്ങണം. അതെങ്ങനെ ഒരുങ്ങണം എന്നറിയോ? ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാനും ഫ്ലൈറ്റിൽ ഇരട്ടി പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാനും കൊടുത്ത അതേ ആവേശം, അതേ പണം ഉപയോഗിച്ചുകൊണ്ട് പരലോകത്തേക്ക് നിക്ഷേപിക്കണം, ഒരുങ്ങണം. അവിടുത്തെ ബെഡ് ഇവിടുന്ന് വാങ്ങണം, അവിടുത്തെ വീട് ഇവിടുന്ന് നിർമ്മിക്കണം. അത് മനസ്സിൽ ഓർമ്മയില്ലാതെ പോയാൽ ഈ പണമൊക്കെ ഇവിടെ ഇട്ട് ഇതുവരെ അനുഭവിച്ച എല്ലാ സുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ ഒരു കുടിലിൽ അനുഭവിക്കുന്നവൻ പോലും അനുഭവിക്കാത്ത അതീവമായ ദുരിതങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും. വലക്കത് ജിത്തുമൂനാ ഫുറാദ, നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് വരും എൻ്റെ അടുക്കൽ. കമാ ഖലഖനാകും അവ്വല മറ, ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ, ഒന്നുമില്ല, ഒരു തുണിക്കഷ്ണം അല്ലാതെ വന്നില്ലേ, അതേപോലെ തിരിച്ചു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ ഡെസിഗ്നേഷൻ മാഞ്ഞു, നമ്മുടെ സൗകര്യങ്ങൾ മാഞ്ഞു, വീട് മറഞ്ഞു, വീടിൻ്റെ ഗേറ്റിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് എടുത്തു.